തുടർച്ചയായ രണ്ടാം ദിവസവും പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ. ഇന്നലെ 78 അംഗങ്ങളെ സഭകളിലായി സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇന്ന് 50 പേർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഇതിൽ കെ സുധാകരൻ എം പി, ഡോക്ടർ ശശി തരൂർ ഇവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഒരാഴ്ചക്കിടെ 3 ഘട്ടങ്ങളിലായി ഇരുസഭകളിലുമായി 142 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്നും പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പുറത്തെ സമരാവേശം സഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് വ്യാപിപ്പിച്ചു. പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു മുദ്രാവാക്യം വിളികൾ. ലോക്സഭയും രാജ്യസഭയും പലതവണ നിർത്തിവെച്ചു. 12:30 ചേർന്ന ലോക്സഭ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 50 അംഗങ്ങളെ ഈ സമ്മേളന കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം പാസാക്കി. माननीय सदस्यगण, ये बड़ा अप्रिय प्रसंग है कि अनेक बार आपसे अनुरोध किए जाने के पश्चात भी आप निरंतर नियमों की अवहेलना कर रहे हैं, चेयर की अवहेलना कर रहे हैं. ये वास्तव में कोई ऐसी किसी को भी प्रसन्न करने वाली बात नहीं है. സഭയ്ക്ക് പുറത്തെ പ്രതിഷേധത്തിനിടെ രാജ്യസഭാ ചെയർമാനെ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി അനുകരിച്ചത് BJP സഭയിൽ വിഷയമാക്കി. ഇക്കാര്യത്തിൽ പ്രതികരിച്ച രാജ്യസഭാ ചെയർമാൻ സംഭവം വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധി എല്ലാ പാർലമെന്ററി മര്യാദകളും ലംഘിച്ചതായി വിമർശിച്ചു. Mr. Chidambaram, you are a very senior member. Imagine what must be going through my heart when your senior leader videographs a member parliament mocking the institution of chairman. As an individual, take on me. ഉച്ചയ്ക്ക് ശേഷം സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം നടപടികൾ ബഹിഷ്കരിച്ചു. മഴക്കെടുതികൾ തമിഴ്നാടിന് മോശമായി അനുഭവിക്കേണ്ടി വന്നത് DMK സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. CGST ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ദീർഘമായ ചർച്ചയില്ലാതെ ലോക്സഭ പാസാക്കി. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിശദീകരണം നൽകണമെന്നോ പാസ് നൽകിയ BJP അംഗത്തെ പുറത്താക്കണമെന്നോ ഉള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറല്ല. നാമമാത്രമായ പ്രതിപക്ഷവുമായി നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നതിലൂടെ ഭരണപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ഇന്നും ഡൽഹിയിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. 2-3 MPമാരെ അല്ല പുറത്താക്കിയത്. ആകെ ഇന്ന് 50 MPമാരെയും എല്ലാം ചേരുമ്പോൾ 141 MPമാരെ പുറത്താക്കി. പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ്. 1989 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 63 MPമാരെ പുറത്താക്കിയതാണ് ഇതിനു മുമ്പത്തെ ഏറ്റവും വലിയ സംഭവം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ സർക്കാരിനെ ആക്രമിക്കാൻ അവിചാരിതമായി ലഭിച്ച അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷത്തെ സസ്പെൻഷൻ നടപടികളിലൂടെ ഭരണപക്ഷം നേരിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇക്കാര്യത്തിൽ 24 പൊതുജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിരമായി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. ജനാധിപത്യത്തിൽ പ്രതിഷേധമാകാം. സ്ഥിരമായി പ്രതിഷേധം നടത്തുകയും പാർലമെന്റിലെ സ്പീക്കർ പറയുന്നത് അല്ലെ രാജ്യസഭ അധ്യക്ഷൻ പറയുന്നത് കേൾക്കാതിരിക്കുക സ്ഥിരമായി എന്ന് പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട MPമാർ ജനാധിപത്യ വിരുദ്ധമായിട്ട് പാർലമെന്റിൽ പെരുമാറുമ്പോൾ പാർലമെന്റിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും നാം എങ്ങനെയാണോ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ പാർലമെൻറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ശുദ്ധിക്കും അതുപോലെ തന്നെ അതിൻ്റെ ചൈതന്യത്തിനും കോട്ടം തക്ക തരത്തിൽ MPമാർ പെരുമാറുമ്പോഴാണ് അവരെ സസ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി വലിയൊരു അജണ്ട തയ്യാറാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി തയ്യാറായിരിക്കുന്നത്. മോശമായ ഒരു പരിപാടിയല്ലേ. കാരണം ഓർക്കെതിരായിട്ടുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ആ നടപടിയോട് യോജിക്കാൻ കഴിയുമല്ലോ. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ തികഞ്ഞ ഏകാധിപത്യത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വിയോജിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിൻ്റെ ആത്മസത്തയാണ് എന്നാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത്. പക്ഷേ തീർച്ചയായും നരേന്ദ്രമോദി എല്ലാ പ്രതിപക്ഷ ശബ്ദങ്ങളെയും എതിർ ശബ്ദങ്ങളെയും അടച്ചൊതുക്കിക്കൊണ്ട് തികഞ്ഞ ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു എന്നുള്ള സന്ദേശമാണ് ഈ ജനങ്ങൾക്ക് നൽകുന്നത്.
നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ വ്യവസ്ഥിതിയും തകരാറിലാകുന്നതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അവർ രാജ്യത്തിനോട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്. കേരളത്തിലെ എം പിമാരല്ല, അത് പുറത്താക്കാൻ നല്ലതല്ല. കേരളത്തിലെ എം പി ആണല്ലോ പാർലമെൻറ്റിലാകുമ്പോൾ പാർലമെൻറ്റ് അധികാരം അനുസരിച്ച് ഇവിടുത്തെ കണക്കൂട്ടലും അവരെ നിയന്ത്രിക്കേണ്ടതല്ലേ. അവരില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭയങ്കര തെറ്റാണ്. കേരളത്തിന് ഇല്ലെങ്കിലേ യോജിപ്പില്ല. കാരണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ജനങ്ങളും അവരെ വളരെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ വോട്ട് ചെയ്ത് അവരെ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അത് എത്രത്തോളം നമുക്ക് അനിവാര്യമാണോ അതിനനുസരിച്ച് അവർ സംസാരിക്കും. അത് പാർലമെൻ്ററിയിൽ ആര് ഇരുന്നാലും BJP ആയാലും ആരായാലും വളരെ ശക്തമായി തന്നെ അവർ സംസാരിക്കും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അത് തികച്ചും തെറ്റാണെന്നാണ്. പക്ഷേ അവരെ കയ്യിൽ നല്ല വീഴ്ച സംഭവിച്ചതിനാണ് ഇങ്ങനെ ഒരു നിയമം എടുത്തത്. പ്രതികരിക്കാനുള്ള ഒരു പ്രതിപക്ഷമാണോ, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. ഇവർ കാണിക്കുന്നതെല്ലാം ശരിയാണെന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലെങ്കിൽ കാര്യങ്ങൾ നീങ്ങൂലല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് ഭരണകക്ഷി, അതായത് BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. യൂട്യൂബിൽ അൻവർ സാദത്ത് പറയുന്നു, പൊളിക്കണ്ട മോനെ പൊളിക്കേണ്ടെന്ന് എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊളിക്കുന്നില്ല, നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. അതേപോലെ ഹസൻ വടക്കനാണ് പറയുന്നത്. 24 വാർത്ത ഈ പുതിയ പ്രധാനമന്ത്രി സ്ഥാനം മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചല്ലോ. അതെന്താണ് 24 കാണാതെ പോകുന്നത്? താങ്കൾ നമ്മുടെ ടിക്കറിലേക്ക് നോക്കുക. ടിക്കറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയും അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ തള്ളി മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് മമതാ ബാനർജിയും അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് ഇന്ത്യ സഖ്യത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.